ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് കസിൻ്റെ വീട്ടിൽ വരെ പോവാം. അപ്പം പോകാനെ കൊണ്ട് റെഡി ആയാലോ. എൻ്റെ എപ്പോഴത്തെ എൻ്റെ ഇടയ്ക്ക് ഇവിടെ തറയിലും പോയി. എൻ്റെ എപ്പോഴത്തെ ദിവ്യയുടെ ക്രീം ഇടാം. കുറച്ച് തോനെ ഇരിക്കട്ടല്ലേ, ഇങ്ങനെ കുറയ്ക്കുന്നത്. കണ്ടോ, മുഖത്തൊക്കെ കുരു വന്ന് ഫ്രണ്ട്സ്. ഇവിടെ ഇന്നും ഇപ്പോൾ ഇതാ ഇവിടെ വന്നു. അത് ഞാൻ ഇന്ന് തന്നെ കുത്തിയും പൊട്ടിച്ചു കേട്ടോ. എൻ്റെ മുഖത്ത് പണ്ട് നല്ല മുഖക്കുരുവായിരുന്നു. ഇപ്പം അങ്ങനെ മുഖക്കുരു ഒന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇതാ വീണ്ടും ഇപ്പോൾ ഈ അടുത്തിടെ കൊണ്ട് വീണ്ടും മുഖക്കുരു വരുന്നു. അപ്പോൾ ആദ്യം തന്നെ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് എൻ്റെ എപ്പോഴത്തെയും ന്യൂട്രിജനയുടെ സൺസ്ക്രീൻ. ഇത് ഒരു ദിവസം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബാഗ് ഇട്ടുകൊണ്ട് വന്ന് സ്ലൈഡ് എന്തോ കൊണ്ട് പോറൽ വീണ് അങ്ങനെ കുറേ അങ്ങ് പോയി. അപ്പം പിന്നീട് അതിങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പം ഞാൻ എന്താ ഇവിടെ മറ്റു മൈക്രോപോർ ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ പഠിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കേട്ടോ. അപ്പം ഇവിടെ ഒരു മൈക്രോപോർ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് അവിടെ കാണുമ്പോൾ നമ്മളതൊക്കെ എടുത്തുകൊണ്ട് വരുമല്ലോ. അങ്ങനെ അത് വെച്ചിട്ട് ചുറ്റി വെച്ചേക്കുക. സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. ഞാൻ എന്താ ഇങ്ങനെയൊക്കെ കേട്ടോ ഇടുന്നത്. കുറേ വാരി അങ്ങ് പൊത്തും, കുറേ വാരി പൊത്തിയിട്ട് ഇടുന്നത്. അതാണ് എനിക്കിഷ്ടം. ഞാൻ വിചാരിക്കും ഈ കുറേ വാരിയൊക്കെ പൊത്തി കഴിയുമ്പോൾ ഞാനങ്ങ് വെളുത്ത് സുന്ദരിയായിട്ട് തുടുതുടാന്നിരിക്കുന്നു. നമുക്ക് കണ്ണ് എഴുതാം. അത് വെച്ചിട്ട് നമുക്ക് എഴുതി തീരാറായി. ഇത് എഴുതി ഇപ്പം ഇത്ര കൂടെ ഉള്ളൂ. ഇനി ഇതിനകത്തില്ല, വേറെ മേടിക്കണം. ഡാസ്ലറിൻ്റെ ഐലൈനർ കഴിഞ്ഞു. വിജയകരമായി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഇതാ ഇവിടെ മേളിൽ ഇച്ചിരി ഒന്ന് പടന്നു കേട്ടോ. എനിക്കൊരു കുഞ്ഞുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഞാനൊരു കുഞ്ഞുമാവയാണെന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പൗഡർ പഫൊക്കെ വെച്ചാട്ടോ ഇടുന്നത്. വെളുത്തങ്ങോട്ട് സുന്ദരിയാവട്ടെ, അങ്ങോട്ട് തുടാന്ന് വെളുത്തങ്ങോട്ട് ഇരിക്കട്ടെ. പിന്നെ അല്ലേ ഇപ്പോഴത്തെ വിചാരിക്കട്ടെ ഈ കൊച്ചിച്ചിരി വെളുത്ത് വെച്ചാന്ന്. നമ്മക്കല്ലേ അറിയത്തുള്ളൂ മൊത്തം പുട്ടിയാണെന്ന്. ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക്ക്. നമ്മുടെ ഇബയുടെ പിക് മീ അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് ഇത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം കുറച്ച് മസ്കാര എന്നിട്ട് കൊടുത്തു. ആദ്യം നമുക്ക് ഇത് കണ്ടോ, വലിയ പല്ലുള്ള ചീപ്പ. കാരണം എൻ്റെ മുടി ഉണങ്ങിയിട്ടില്ല, ഇപ്പോൾ കുളിച്ചിട്ടേ ഉള്ളൂ. നനഞ്ഞിരിക്കുന്ന മുടിയാണെങ്കിൽ ഞാൻ വലിയ പല്ലുള്ള ചീപ്പ് വെച്ചങ്ങ് ചെയ്യും. എന്നിട്ട് ചീവി പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പം മുടി അഴിച്ചിട്ട് ഉടക്കായി കഴിഞ്ഞാലും ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. വലിയ പല്ലുള്ള വെച്ച് ചീപ്പ് വെച്ചിട്ട് ചീവി, വലിയ പല്ലുള്ളതെന്ന് വെച്ചാൽ ഇതേപോലെ പല്ലിനകലമുള്ള കണ്ടോ, ഇത് വെച്ച് ചീവി അങ്ങ് ഉടക്കെടുത്ത് കളയും. അങ്ങനെ ഒരു സൈഡ് ശരി. ഇനി ഇവിടെ നിന്നും കൂടെ നമുക്ക് കുറച്ച് മുടി എടുത്തിട്ടാലോ. കിടക്കട്ടല്ലേ, ഇതൊക്കെ ഒരു സ്റ്റൈല്. അതാ പോയി എങ്ങനെ ഇരിക്കുന്നു. ഇങ്ങോട്ട് എന്നെ പോലെ തന്നെ ഫ്രണ്ട്സ് എൻ്റെ മുടി അനുസരണയില്ല. എനിക്കും അനുസരണയില്ല, എൻ്റെ മുടിക്കും അനുസരണയില്ല. എന്നെ പോലെ തന്നെ എൻ്റെ മുടി. ഇത് ചെയ്യാൻ ചുരുട്ട് റെഡിയായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം നമ്മുടെ മുടികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. താലിമാല എടുത്തിടണം. ഈ നേഴ്സിംഗ് പഠിക്കാൻ കയറിയതിൻ്റെ അന്ന് കഴുത്തി ഊരിയത് കേട്ടോ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മാത്രമേ താലി എടുത്തിടത്തുള്ളൂ. ആദ്യമൊക്കെ താലി ഇടാൻ നടക്കത്തേ ഇല്ലായിരുന്നു. താലി കഴുത്തിൽ നിന്ന് ഊടുന്ന ഒരു വിഷമമായിരുന്നു. പിന്നെ നേഴ്സിംഗ് പഠിക്കാൻ കയറി പിന്നെ വലിയ മാലയൊന്നും പറ്റാതൊക്കെ ആയി. എനിക്ക് വലിയ കമ്മലൊക്കെ ആയിരുന്നു ഇഷ്ടം. നേഴ്സിംഗ് പഠിക്കാൻ കയറി അവിടെ വലിയ കമ്മലൊന്നും ഇടാൻ പറ്റത്തില്ലോ. ക്ലിനിക്സിലൊക്കെ ചെറിയ മുട്ടും കമ്മൽ വേണ്ടേ. അന്ന് കയറിയതായി കാതിലിത്. പിന്നെ ഇപ്പം ഇതങ്ങ് സ്ഥിരമായി. ഇതാണ് നല്ലതെന്ന് തോന്നി. ഇനി അപ്പം പറഞ്ഞു വന്നത്, അപ്പം താലി ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ മാത്രമേ എടുത്തിടത്തുള്ളൂ, അല്ല ഇടത്തില്ല. അല്ലാതെ ഇപ്പോൾ ഇട്ടുകൊണ്ട് നിൽക്കണം തോന്നിയാലും അങ്ങോട്ട് പറ്റത്തില്ല. അങ്ങൊരു ബുദ്ധിമുട്ടാണ് കഴുത്തി കിടക്കുമ്പോൾ. എന്നുവെച്ചാൽ താലി ബുദ്ധിമുട്ടാണെന്നല്ല, നീളം മാലയായതുകൊണ്ടേ, വലിയ മാലയായതുകൊണ്ട് കുഞ്ഞൊക്കെ ആണെങ്കിലും പിടിച്ച് വലിക്കുകയും പിന്നെ ഉറങ്ങുമ്പോഴൊക്കെ ആണെങ്കിലും അവിടെ ഇവിടെയൊക്കെ കീർക്കുള്ളതൊക്കെ ചെയ്യും. അവന് എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴേ എടുത്തോളൂ. പിന്നെ താലി എടുത്തിട്ട് വരാം.
കണ്ടോ കണ്ടോ ശാനം എഴുതിയിരിക്കുന്നത്. ഇതാണ് എൻ്റെ താലി. ഇനി വാച്ച്. ഷോളൊക്കെ പിന്നെ ഇത് തട്ടിക്കൂട്ടിടല കേട്ടോ. ഇങ്ങനുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കൊള്ളാവോ ഫ്രണ്ട്സ്? പറയണേ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഒരുങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ മുടിയും വെട്ടിയിട്ട് വന്നു. മുടി വെട്ടിയോ? ഓക്കെ ബൈ.